ഇന്ന് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വിശുദ്ധ ലൂക്കാസിലെ സുവിശേഷം 2-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. നമ്മൾ വസിക്കുന്ന ഈ ഭൂമി ഒരുപാട് പിറവികൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ മഹാരഥന്മാരും രാജാക്കന്മാരും ചക്രവർത്തിമാരും വിശുദ്ധരും പ്രവാചകന്മാരും അടക്കം വിശ്വപ്രസിദ്ധി ആർജിച്ച് തങ്ങളുടേതായ കയ്യൊപ്പുകൾ സമ്മാനിച്ച ഒരുപാട് വ്യക്തിത്വങ്ങൾ ജനിച്ചു വീണ മണ്ണിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഇവരുടെയൊന്നും ജനനം ഈ പ്രപഞ്ചത്തെ ഒന്നാകെ സന്തോഷിപ്പിച്ചിട്ടില്ല. അവർ തങ്ങളുടെ ജീവിത ലക്ഷ്യം നേടിക്കഴിഞ്ഞപ്പോഴാണ് ലോകം അവരുടെ വരവിൽ സന്തോഷിച്ചു തുടങ്ങിയത്. എന്നാൽ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യാവതാരം എടുത്ത് ഒരു ശിശുവായി ഈ മണ്ണിൽ പിറന്നു വീണപ്പോൾ ഈ പ്രപഞ്ചം ഒന്നടങ്ങ് സന്തോഷിച്ചു. മറ്റൊരാളുടെ ജനനത്തിലും ഈ പ്രപഞ്ചത്തെ ഇത്രയധികം സന്തോഷിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പിതാവായ ദൈവം ഈ ഭൂമിക്ക് സമ്മാനിച്ച ഏറ്റവും മനോഹരവും ആത്മപൂരിതമായ ദിവസം യേശുവിൻ്റെ പിറവി തിരുനാളാണെന്ന് പറയുന്നത്. 2000 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ഇത്രമേൽ വിപുലമായി ആത്മീയമായി ആഘോഷിക്കുന്ന മറ്റേത് ജനനത്തെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുന്നത്. മണ്ണും വിണ്ണും രക്ഷകന്റെ ജനനത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന പുണ്യദിനങ്ങൾ, നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ഒരുക്കുന്നതിനോടൊപ്പം നോമ്പും പ്രാർത്ഥനയും സുഹൃജപങ്ങളും നന്മ പ്രവർത്തികളും ചേർത്ത് നമുക്ക് ഉണ്ണിയേശുവിനെ വരവേൽക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേരുന്നു.